പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടയോട്ട ഇറ്റിയോസിൻ്റെ ടൈമിംഗ് ചെയിൻ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഓയിൽ പമ്പിൻ്റെ മാർക്കിംഗ് ആണ്. ക്രാങ്ക് ഷാഫ്റ്റിന്മേലുള്ള ഡോട്ടും ആ കുത്തും, അതേപോലെ ചെയിനുമേലുള്ള ആ കളറും, അതേപോലെ തന്നെ പമ്പിൻ്റെ പുള്ളിമേലും അതേമാതിരി ഡോട്ട് ഉണ്ടാവും. അതേമാതിരി ചെയിനുമേലൊരു കളർ വ്യത്യാസമുള്ള അതും രണ്ടും മാച്ചായി വരണം. ഇതാണ് ഇതിൻ്റെ ചെയിന്. ക്രാങ്കും ഹെഡും ക്രാങ്കുമെന്ന് ക്യാമുമൊക്കെ പോകുന്ന ചെയിനാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ അതിന്മേൽ 2 മാർക്കും ഉണ്ടാവും. ഈ കാണുന്ന സാധനം ഇതിൻ്റെ പേഡാണ്, ടൈമിങ് പേഡ് എന്ന് പറയും. ഇത് 2 ഉണ്ടാവും. ഒന്ന് 2 സൈഡിലുമായിട്ടാണ് വരിക. ഫിറ്റ് ചെയ്യുമ്പോൾ കാണാം രണ്ട് വശത്തായിട്ട് വരും. ഈ പേടുമൊക്കെയാണ് ടെൻഷനർ വന്നാണ്ട് ലോഡായി നിൽക്കുക. അങ്ങനെയാണ് ചെയിന് ടൈറ്റായി നിൽക്കുക. അപ്പോൾ ഇനി അടുത്ത ടെൻഷനർ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടെൻഷനർ. ഇത് ലോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ടൈമിങ്ങിൻ്റെ ക്രാങ്കുമത്തെ മാർക്കാണ്. ഈ കാണുന്നത് ക്യാമിൻ്റെ മാർക്കും. ഈ വീൽമേലുള്ള ഒരു കുത്തുണ്ടാവും. അതേമാതിരി അതിൻ്റെ ബാക്കിൽ ചെറിയൊരു ആരോ മാർക്ക് കാണും. അത് രണ്ടും നേരായി വരണം. ഇനി നമുക്ക് അടുത്ത് ഇതിൻ്റെ ചെയിന് കൊടുക്കാം. ചെയിനും ഇതിൻ്റെ പേഡും അതേമാതിരി ടെൻഷനറും ഫുള്ള് സെറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ടൈമിങ് ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പം ചെയിന് കൊടുക്കാൻ പോവാണ്. അപ്പം ചെയിന് കൊടുക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആ 2 മാർക്കേ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ക്യാമിൻ്റെ മാർക്കും അതേമാതിരി ക്രാങ്കിൻ്റെ രണ്ടും, അതേപോലെ ചെയിൻമത്തെ ആ മാർക്കും 2 മാർക്ക്. ഇത് ക്യാമും ചെയിനുള്ള മാർക്ക്. അതേപോലെ ക്യാമിൻ്റെ വീലിൻ്റെ ബാക്കിൽ വേറൊരു മാർക്കും കൂടി ഉണ്ട്. ആ മാർക്കും കൂടി റെഡിയാക്കി വെച്ചാൽ ടൈമിങ് സെറ്റ് ചെയ്യുമ്പോൾ നേരെ ക്രാങ്കിൻ്റെ കറക്റ്റ് മാർക്ക് ആവുള്ളൂ അടിഭാഗത്ത് വരുമ്പോൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെയിനും ക്രാങ്കും തമ്മിലുള്ള മാർക്കാണ് ഈ കാണുന്നത്. ഇനി പേഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ്, ഇതിന്മേലൊരു ആരോ മാർക്ക് ഉണ്ടാവും. ആരോ മാർക്ക് വരുന്ന ഭാഗം മുകൾക്ക്. അങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ട രീതി. ടൈമിംഗ് പേഡിന് 8 എല്ലെങ്കിൻ്റെ 2 ബോൾട്ടായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ പേഡാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോണത്. അതിനോടൊരു സ്റ്റഡി ഉണ്ടാവും. അതിക്ക് നേരെ കയറ്റി വെക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ അടിഭാഗത്ത് നമ്മൾ ടെൻഷനറാണ് വരിക. ഇനി ഫിറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ടെൻഷനറാണ്. അപ്പോൾ അത് നേരെ ഇനി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് 12ൻ്റെ 2 ബോൾട്ടാണ് വരിക. നമ്മളിനി ടെൻഷനറൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് ടൈമിങ് മാർക്ക് ഫുള്ള് റെഡിയാക്കി ഇനി നേരെ ടെൻഷനറിൻ്റെ ലോക്ക് വലിച്ച് അതിന് ശേഷം ഇപ്പോൾ ഫുള്ള് ചെയിന് ഫുള്ള് ടൈറ്റായി. ഇപ്പോൾ ഫുള്ള് ടൈമിങ് ഫുള്ള് സെറ്റായത്. ഇനി ടൈമിങ് റെഡി ആണോ അല്ലേ എന്നുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രാങ്കിൻ്റെ പുള്ളി 2 റൗണ്ട് തിരിച്ചാൽ മതി. ക്രാങ്കുമത്തെ ചാവികാടിയും അതിൻ്റെ നേരെ മേലുള്ളൊരു മാർക്കുണ്ടാവും. അത് 2 മാർക്ക് പിസ്റ്റൺ ടോപ്പിലാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയാണ്. അത് നേരെ മാച്ചായി വന്നാൽ പിസ്റ്റൺ ടോപ്പിലായിരിക്കും. ക്രാങ്ക് ടൈമിങ് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ക്രാങ്ക് 2 റൗണ്ട് തിരിച്ചതിൻ്റെ ശേഷം പിന്നെ ഈ ചാവികാടിൻ്റെയും ഈ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ മാർക്കാണ് നോക്കേണ്ടത്, ക്രാങ്കിൻ്റെ മാർക്ക്. അതുപോലെ തന്നെ ക്യാമിൻ്റെ മാർക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതേപോലെ മാച്ചായി വരണം. ടൈമിങ് സെറ്റ് ചെയ്ത് 2 റൗണ്ട് തിരിച്ചിട്ട് ഈ മാർക്കിൽ പൊസിഷനിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാലേ ടൈമിങ് റെഡി ആവുള്ളൂ, അല്ലാഞ്ഞാൽ റെഡി ആവില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.